രാജാതിരാജൻ വില്ലാളി വീരൻ അലങ്കോല ദേശം വാഴും മാർജാരവർമ്മ തമ്പുരാൻ പള്ളി ഉറക്കമുണർന്നേ. ഞാൻ കോട്ടുവായിട്ടത് കേട്ടില്ലേ? ആ കോട്ടുവായിട്ടാണ് ഞാനവിടുന്ന് കണ്ടംപൂച്ച കരഞ്ഞതായിരിക്കും. അല്ല, കോട്ടുവായിട്ടതാ. എന്താ ഞൊട്ടിച്ചേരാത്തത്? അയ്യോ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാവോ രാജൻ? ഇപ്പൊ ടൈമിംഗ് ഒക്കെ അല്ലേ? ഇപ്പൊ കറക്റ്റാ. ഇപ്പൊ അതിനൊരു പൂർണ്ണത വന്നോണ്ട് ഇപ്പൊ അതിനൊരു സുഖം കിട്ടിയാണ്. എന്റെ രാജൻ ഇതൊക്കെ തന്നെ അങ്ങ് ചെയ്താ പോരെ? അയ്യോ, അത് പറ്റൂല. ഞാൻ തനി ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സുഖം കിട്ടൂല. മറ്റുള്ളവർ ചെയ്തു തരുമ്പോഴാണ് നമുക്ക് അതിനകത്ത് സുഖം കിട്ടുന്നത്. എനിക്ക് സുഖിക്കണം. ഞാൻ രാജാവല്ലേ. പിന്നെ പടാ, ഞാൻ ഉറക്കമുണർന്നത് കണ്ടില്ലേ? പള്ളിപ്പാലം എവിടെ? നമ്മൾ ഇവിടുന്ന് നേരെ ചെല്ലുമ്പോ തെക്കേ സൈഡിൽ കാണുന്നതാണ്. എന്ത് പള്ളിപ്പാലം? പാല് കുടിക്കാൻ നമുക്ക് കുടിക്കാനുള്ള പള്ളിപ്പാലം എവിടെ? പള്ളിപ്പാല് പുള്ളിക്കാലത്ത് കൊണ്ടുവന്നില്ലേ? വന്നില്ലേ? ഞാൻ വിളിക്കാം. മഹാറാണി. ഞാനാ? നിങ്ങൾ രാജാവല്ല, ഞാൻ മഹാറാണിനെ. രാജറാണി. മഹാറാണി, രാജാവിന് കുടിക്കാനുള്ള പള്ളിപ്പാല് കൊണ്ടുവരൂ. കൊണ്ടുവരണോ? പാലോ പാലോ നല്ല നടപ്പാലം, അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണം പാല്. രാജൻ, പാല് കുടിച്ചാലും. മഹാറാണി, എന്താ പള്ളിപ്പാല് കൊണ്ടുവരാൻ ഇത്ര താമസിച്ചത്? പശുവിനെ കറക്കാൻ കറവക്കാരൻ വന്നില്ല രാജൻ, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് കറന്നു. അവ റാണിക്ക് കറക്കാനൊക്കെ അറിയാം. എനിക്ക് കറക്കിയെടുക്കാൻ നല്ല മിടുക്കല്ലേ രാജൻ? പക്ഷെ നിന്നെക്കാളും പിടിക്ക് തോഴിയാ. അതെനിക്കറിയാം. പാല് വേണം, എടുത്തു കൂടി. എന്താ? ഞാൻ 3 അടി അവിടെ നടന്നു ചെന്നത് ആ പാലെടുത്ത് ഞാൻ കുടിക്കാനോ? മഹാറാണി, ആ പാലെടുത്ത് ചുണ്ടത്ത് വെച്ച് തരൂ. അപ്പോഴല്ലേ കുടിക്കുമ്പോൾ ഒരു സുഖം കിട്ടുള്ളൂ. എനിക്ക് സുഖിക്കണം. ഇങ്ങനൊരു സുഖേൻ എന്താ പറഞ്ഞത്? അല്ല, പാലിന്റെ കൂടെ സുഖേൻ വേണോന്ന്. അല്ല, സുഖിക്കണമെന്നല്ലേ പറഞ്ഞത്. ഞാൻ സുഖിക്കും. വെറുതെ ആണോ ഞാൻ എക്സാം എഴുതി പാസ്സായി രാജാവായത്? എനിക്ക് സുഖിക്കണം. തോഴി. എന്താ രാജുവോ? അല്ല, എന്താ രാജൻ? തോഴി, എന്റെ ഇടത് ഭാഗത്തൊരു പ്രാണി. വലതുഭാഗത്തല്ലേ റാണി? അത് റാണി. ഇത് എന്റെ ഇടത് ഭാഗത്ത് തലയിലൊരു പ്രാണി ഇരുന്ന് കടിക്കുന്നു. ചൊറിഞ്ഞു തരൂ. കുന്തം ചാരി നിൽക്കാതെ ആസ്വദിപ്പിക്കുന്ന പൂത്തിരി എടുക്കൂ. തോഴി, ഇന്നലെ രാത്രിയിൽ എന്നെ 2 കൊതുക് അടിച്ചായിരുന്നു. അന്നേരത്തെ എന്താ ചൊറിയാൻ വരാഞ്ഞത്? അന്നേരം രാജ്ഞിക്ക് ഒരു ചൊറിച്ചിൽ. അല്ലെങ്കിൽ ഇവള് ചൊറിയാൻ വരുമ്പോ നിനക്കൊരു ചൊറിച്ചിലുള്ളതാ. ഇത് ആ ചൊറിച്ചിലൊന്നും അല്ല. നമ്മുടെ കൊട്ടാരം പൈപ്പിൽ വരുന്ന വെള്ളത്തിലെ നിറയെ ചെളിയാ. ആ ചെളി വെള്ളത്തിൽ കുളിച്ചിട്ടാന്ന് തോന്നുന്നു എന്റെ ദേഹം മൊത്തം ചൊറിയുവാ. ആണോ? തോഴിക്കുണ്ടോ ചൊറിച്ചില്? കുളിച്ചാലല്ലേ ചൊറിച്ചിലുണ്ടാവുള്ളൂ. ചൊറിച്ചിലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ ചെവിയിൽ തൂവിലിട്ട് സൂചിപ്പിക്കുന്ന സുഖം എവിടെ? അയ്യോ, സുഖുവിന് തീരെ സുഖമില്ലാതെ വീട്ടിൽ കിടപ്പാണ് രാജൻ. ആണോ? നമ്മുടെ അസുഖം മറന്നിട്ട് അവൻ അസുഖമായിട്ട് വീട്ടിൽ കിടക്കുന്നു. അവന്റെ 2 ചെവിയും മുറിച്ചു കളയാൻ ഞാൻ കൽപ്പിക്കുന്നു. അതിലും നല്ലത് അങ്ങയുടെ 2 ചെവിയും മുറിച്ച് അവന് കൊടുക്കുന്നതല്ലേ. അതെന്തിന്? വീട്ടിൽ നിന്ന് സൂചിപ്പിക്കാല്ല. ഇത് ഞാൻ പിടിക്കും. ഇന്ന് ഉച്ചക്ക് കൊട്ടാരത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ളതാണ്. ഇവിടെ ഞാൻ ആ ചളി പറഞ്ഞ് നിന്നെ നിർത്തി പൊരിപ്പിക്കും. എന്റെ മെമ്പർഷിപ്പ് കളയല്ലേ രാജൻ. ഒരു കാര്യം ചെയ്യ്, സുഖമില്ലെങ്കിൽ വേണ്ട സുഖുവിന്റെ തൂവലെടുക്കൂ. എനിക്ക് സൂഹിക്കണം. ഞാൻ രാജാവായി പോയില്ലേ? എന്നാ രാജൻ. ഒന്ന് നിർത്തിക്കേ. നിങ്ങൾക്ക് ഏത് നേരം ഇങ്ങനെ സൂഹിക്കണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. എന്റെ മഹാറാണി, ഇതിന്റെ സുഖം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് ഞാനൊരു മെഡിക്കേഷൻ തരാം. അതായത് എല്ലാവർക്കും തൂവലുകൾ കൊടുക്കും. ഇന്നാ തോഴി, ഇവിടെ കൊടുക്കൂ. ഇന്നാ റാണി. ഒരെണ്ണം പടരും പിടിക്കൂ. പിന്നെ ഇവിടെ തൂവലുകൾ വേറെ കുറച്ച് കളക്ട് ചെയ്യാനുണ്ട്. എന്റെ രാജൻ, കൂട്ടിക്കിടക്കണ കോഴിയൊക്കെ ഇപ്പൊ സിൽക്ക് സ്മിതനെ പോലെ ഇച്ചിരി ഡ്രസ് ഇട്ടോണ്ടിരിക്കുന്നത്. അത് ഞാൻ വലിച്ചൂരണ. വേണ്ട, കഴുകി ഉപയോഗിക്കാം. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോളണം. ഈ തൂവല് നമ്മൾ ചെവിയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യൂ. എന്നിട്ട് പതുക്കെ ഇടൂ. എന്നിട്ട് ഇടത്തോട്ട് കറക്കൂ, വലത്തോട്ട് കറക്കൂ, ഇടത്തോട്ട്. സൂഹിക്കലാണല്ലോ ഇവിടെ. രാജൻ സൂഹിക്കല് നിർത്തി. ഞാൻ സൂഹിക്കാത്തപ്പോ ഇവിടെ വേറെ ആരും സൂഹിക്കാൻ പാടില്ല. മനസ്സിലായി?
മനസ്സിലായില്ലേ? പിന്നെ മഹാറാണി, ഈ പൈപ്പ് വെള്ളം കുടിച്ചിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഒരു വല്ലാത്ത വയറിനൊരു അസ്വസ്ഥത, പിന്നെ ഒരു ക്ഷീണം, ഒരു വിശപ്പില്ലായ്മ. പടാ കൊട്ടാരം വൈദ്യനോട് വരാൻ പറയട്ടെ. എന്തായി? കൊട്ടാരം വൈദ്യം വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങേക്കാളിൽ ക്ഷീണിതായിട്ട് അദ്ദേഹം പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ് രാജൻ. ആണോ? എന്നാ ക്ഷീണിതനോട് വരാൻ പറയൂ. കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടാൻ അല്ല, കൊട്ടാരം വൈദ്യൻ ഇങ്ങോട്ട് ആഗതനായാലും. മഹാരാജാവിന് പ്രമാണം. പ്രണാമം അല്ല, ഇതെന്റെ വീടിന്റെ പ്രമാണം. ഇതെന്തിനാ എനിക്ക്? ഒന്ന് വെച്ചിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു തെറിമറി, ഒരു ചെറിയ മറി. ബടാ ഓ, ഒരു ചെറിയ മറി. അപ്പൊ ഞാൻ പേരിൽ ഉത്തരം അല്ലേ? കുത്തിക്കോ. മതി, ചെറിയ മറി. ഇനി അത് കിട്ടുന്നേക്ക്. അപ്പൊ ഇത് പോയാ? ഇത് പോയി. ഒരാളെ പറ്റിച്ച് പ്രമാണം മേടിച്ചപ്പോ എന്നാ ഒരു സുഖം അറിയാമോ? മഹാരാജൻ എന്നെ കളിപ്പിച്ചതാണെന്ന് മനസ്സിലായി. എന്നെ വിളിപ്പിച്ച കാര്യം പറ. വിളിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചു നാളായിട്ട് എന്റെ വയറിന് നല്ല ഒരു അസ്വസ്ഥത, ക്ഷീണം, വിശപ്പില്ലായ്മ. എന്റെ പൂച്ചാരവർമ്മേ. മാർജാരവർമ്മ അല്ല, പൂച്ച മാർജാരനൊക്കെ ഒന്നും തന്നെയല്ലേ. ഞാൻ അന്ന് വന്നപ്പോ പറഞ്ഞതല്ലേ, ശരീരം മുഴുവൻ കൊഴുപ്പടിഞ്ഞു കൂടി കിടക്കുകയാണ്. ആ കൊഴുപ്പൊക്കെ നമുക്ക് ഉരുക്കി കളയണം. ഈ രാജാവിന് അടുപ്പത്ത് വെച്ചുകൊണ്ട് പുഴുങ്ങിയാലാ. അപ്പൊ രാജാവ് വേറെ, നെയ് വേറെ ആയിട്ട് കിട്ടും. ഈ നെയ് നമുക്ക് രാജാ നെയ്യ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യാം. ഇത് ഞാൻ പിടിക്കും, ഇതും പിടിക്കും, ഇതും ഞാൻ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് പറഞ്ഞ് നിന്നെ നിർത്തിപ്പൊരിക്കും. ഞാൻ പറഞ്ഞതുപോലെ വ്യായാമ മുറകളൊക്കെ ചെയ്യുന്നുണ്ടോ? എല്ലാം കൃത്യസമയത്ത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വെളുപ്പിന് എഴുന്നേറ്റ് നടക്കുന്നുണ്ടോ? എനിക്ക് സമയമില്ലാത്ത കാര്യം ഞാൻ അത് ബടനെ ഏൽപ്പിച്ചു. ബടാ വെളുപ്പിന് എഴുന്നേറ്റ് നടക്കുന്നില്ലേ? 5 മണിക്ക് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ആവേശവും ഉന്മേഷവും എനിക്കുണ്ട് കേട്ടോ തോഴി. അല്ല, അപ്പൊ അതുപോലെ വ്യായാമം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് സൈന്യാധിപനെ ഏൽപ്പിച്ചു. സൈന്യാധിപനോ? പിന്നെ അവന് കളരി അറിയാലോ, അവൻ അതിന്റെ പുറക്ക് ചെയ്തോളും. അവൻ അവിടെ ചെയ്തതുകൊണ്ട് അതിന്റെ ഒരു ഉണർവും ഉന്മേഷവും എന്റെ ശരീരത്തിലുണ്ട്. കേട്ടോ തോഴി? രാജൻ, അതെ മഹാരാജൻ, അവനവൻ ചെയ്യേണ്ട ജോലി അവനവൻ ചെയ്യണം. മറ്റുള്ളവർ വ്യായാമം ചെയ്ത് അങ്ങയുടെ ശരീരത്തെ കൊഴുപ്പിളകി പോകത്തില്ല. നമ്മൾ തന്നെ ദേഹോനക്കണം. ദേഹോനക്കാൻ പറ മഹാറാണി. എന്റെ പൊന്ന് രാജൻ, ഞാൻ പറഞ്ഞു മതിയായി. ഒരു പണിയും ചെയ്യൂല, ദേഹം അനക്കൂല. എന്താ ചൊറിച്ചില്? ഞാൻ പറയണ എന്തെങ്കിലും തെറ്റുണ്ടോ? അതല്ല, എന്റെ ഓർത്തെന്താ ചൊറിച്ചില്? ചൊറിഞ്ഞേ ഇയാടെ തള്ളിക്കയറി പോണ്. തോഴി ചൊറിഞ്ഞു തരൂ. പള്ളിപ്പാലി പണി തുടങ്ങി. എത്രയും പെട്ടെന്ന് എന്റെ പള്ളി ടോയ്ലറ്റിലേക്ക് ആകെന്നാക്കിയാലും. രാജാതി രാജൻ മാർജാരത്തമ്പുരാനിതാ ടോയ്ലറ്റിലേക്ക് എഴുന്നള്ളുന്നേ. ഞാൻ പോണില്ല. കൊട്ടാരം മുഴുവൻ അറിയിച്ചു. അല്ലെങ്കിൽ തന്നെ രാജൻ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ കൊട്ടാരത്തിലുള്ളവരെല്ലാരും എല്ലാം അറിയും. ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണം കഴിക്കില്ലല്ലോ, വായു ഭക്ഷണം അല്ലേ കഴിക്കണത്. അപ്പൊ അകത്തേക്ക് പോണ പോയി പുറത്തേക്ക് കളയണ്ടേ. ആദ്യം ഞാൻ അകത്തേക്ക് ഒന്ന് പോട്ടെ. അറിയിക്ക്. ഈ പോക്ക് പോയി അധികം ഉണ്ടാവൂല. കാറ്റ് മാത്രം ഉണ്ടാവുള്ളൂ പുള്ളി പറഞ്ഞല്ലോ. അതല്ല, ആ പുള്ളി അധികകാലം ഉണ്ടാവൂലെന്ന്. ഒരു നെഞ്ചുവേദന, ഒരു ഇക്കള് അവിടെ വെച്ച് തീരും. ഓ കഴിഞ്ഞ ബാക്കിയൊക്കെ ഓക്കെ. ബക്കറ്റും വെള്ളവും കിട്ടിയില്ല. കഷ്ടം തന്നെ. റാണി, ഇങ്ങനെ പോയാൽ പറ്റില്ല. രാജാവിന്റെ ശരീരം അനങ്ങി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് രാജാവിനെ നഷ്ടപ്പെടും. അപ്പൊ അതിനൊരു ഐഡിയ കണ്ടുപിടിക്കണം. എന്തെങ്കിലും വളരെ മനസ്സിൽ എന്തെങ്കിലും ആശയം തോന്നുന്നു. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നമുക്കിവിടെ യുദ്ധം വന്നതും കൂടി പറഞ്ഞാലാ? അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ട് ഗുണമുണ്ട്. അതായത് യുദ്ധം വന്നെന്ന് പറയുമ്പോ രാജാവ് യുദ്ധത്തിന് ഇറങ്ങണമല്ലോ. അപ്പൊ ദേഹം അനങ്ങും, യുദ്ധം ചെയ്യണമല്ലോ. അപ്പൊ ശരീരം നോവോന്ന് അറിയുമ്പോ ദേഹം അനങ്ങിക്കോളും. യുദ്ധം വന്ന പോലെ അഭിനയിക്കണം. പുള്ളി വരുമ്പോ യുദ്ധം വന്നു. ഞാൻ പറയട്ടെ എന്നാ യുദ്ധം വന്നെന്ന്. മഹാരാജൻ നീ വേറെ കുസി പോടാ. യുദ്ധം വന്നെങ്കിൽ കേറിയിരിക്കാൻ പറ. സിദ്ധം വന്നതല്ല, യുദ്ധം വന്നു. യുദ്ധം എന്നൊരു 60 മിനിറ്റ് ഞാൻ ഈ ഫാൻ ഇട്ടോട്ടെ. പറഞ്ഞപ്പോ തന്നെ രണ്ടുപേരും എപ്പോ കണ്ടാലും യുദ്ധം. ഇന്നും തുടങ്ങിയ നിങ്ങളുടെ യുദ്ധം. അതല്ല മഹാരാജാ, ശത്രുരാജ്യം ആക്രമിക്കാൻ വരുന്നു. അതിന് ഞാനെന്ത് ചെയ്യാൻ? അവര് വിറ്റിട്ട് പോട്ടെ. അയ്യോ, ആക്രമിക്കാൻ വന്നതല്ല പറഞ്ഞത്, ആക്രമിക്കാൻ വരുന്നത്. അയ്യോ, ഞാനിവിടെ ഉണ്ട്. പശുവിനേക്ക് ഇറക്കി, അല്ല കുതിരകളെ ഇറക്കി, 4 ആന ഉൾപ്പെടാ, 6 ആന ഉൾപ്പെടാ. പിടിക്ക്. വൈദ്യരെ ഗുണവാളെടുത്തോ? ഞാനോ? ചുമ്മാ എടുത്ത് പിടിച്ചോ. എല്ലാവരും കൂടി പോയി യുദ്ധം ചെയ്യും. യുദ്ധം. അതെ, മഹാരാജാവ് വരുന്നില്ല യുദ്ധത്തിന്. ഞാൻ പറഞ്ഞില്ല. അവര് ശത്രു സൈന്യത്തെ മതിലും ചാടി വന്നിട്ട് അങ്ങോട്ട് ചെല്ലാം. അവര് വന്നിട്ടോ ഞാനിവിടെ ഇരുന്നോളാം. ഇവിടെ ഇരുന്നാ ശരിയാവൂല. ഞാനിവിടെ ഇരുന്ന എന്താ കുഴപ്പം? അവര് വന്നു കഴിഞ്ഞാൽ തല കൊയ്യൂലേ. എന്റെ പൊന്നടാവേ, ഞാനിപ്പോ അവിടെ ചെന്നാലും അവരെന്റെ തല വെട്ടും. ആ നേരം കൊണ്ട് ഞാനിവിടെ ഇരുന്നോളാം. അവരിവിടെ വന്ന് എന്റെ തല വെട്ടട്ടെ. അങ്ങനെയെങ്കിലും അവർ പണിയെടുത്ത് തിന്നട്ടെ. ആ പരിപാടിയും ചീറ്റി. അതെ മഹാരാജൻ, ശരിക്കും യുദ്ധമൊന്നും വന്നിട്ടില്ല. അങ്ങയുടെ ശരീരം ഒന്ന് അനങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു നമ്പർ ഇട്ടതാ.
ഇപ്പൊ അതും പൊളിഞ്ഞ്. ശ്ശേ, അപ്പൊ യുദ്ധമില്ല. യുദ്ധമില്ല. ഞാനൊന്ന് വാമപ്പായിട്ട് വന്നതാ തോഴി. ചൊറിച്ചില് വേണ്ട, മസാജിങ് മതി. ഇവിടെ വന്നേ, ഇവിടെ വന്നേ, ഇവിടെ വന്നേ. ഈ പുള്ളി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന ഇപ്പോൾ തീർന്നു പോകുന്നു ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് പുള്ളിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ശരീരം ഒന്ന് അനങ്ങണം. അതെ അതെ അതെ. ഞാനൊരു ഐഡിയ ചെയ്യാം. എന്ത്? എന്റെ കയ്യിൽ കുറച്ച് സാധനം ഉണ്ട്, ഒരു പച്ചമരുന്ന്. ആഹാ. എന്താണെന്ന് അറിയാമോ? ഇല്ല. ഐഡിയ എന്ന് പറഞ്ഞാൽ ചൊറിയണം. ആ ചൊറിഞ്ഞോണ്ടിരിക്കുവാണല്ലോ. അതല്ല പറഞ്ഞത്, ഇതിനകത്ത് ചൊറിയണം. ആണോ? അതിനകത്തിട്ട് ചൊറിയാനാണോ പറഞ്ഞത്? പിന്നെ? എടാ, ഈ ചൊറിയണോന്ന് പറഞ്ഞ ചെടിയില്ലേ, ആ ചെടി അരച്ച് ചേർത്ത മരുന്നാ ഇത്. ഇതങ്ങ് ദേഹത്ത് തേച്ച് പിടിപ്പിക്കും, നന്നായിട്ട് ചൊറിയും. നമ്മളാരും ചൊറിഞ്ഞു കൊടുക്കരുത്. അപ്പൊ സ്വന്തമായിട്ട് ചൊറിയുമ്പോ ശരീരം അനങ്ങിക്കോളും. ഐഡിയ കൊള്ളാലോ. മഹാരാജൻ, മഹാരാജൻ, അടുത്ത സുഖചികിത്സ തുടങ്ങാം. സുഖചികിത്സ കിട്ടോ? എന്നാ ആദ്യം അത് നടക്കട്ടെ. ഇതെന്താണെന്ന് അറിയാമോ? ഈ മൂന്നാറിലെ മലനിരകളിൽ ഞാൻ തന്നെ പോയിട്ട് പറിച്ചെടുത്ത നെല്ലിക്ക, താന്നിക്ക, നറുനീണ്ടി, പെരിങ്കായ, ആട്ടുംകാട്ടം, കോരോചനം, കൽമതം ഇതെല്ലാം വെറ്റില നീരിൽ സന്മൂല അരച്ചു ചേർത്ത ഒരു മരുന്നാണ്. തേച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള വാദപിത്ത കവദോഷങ്ങളെല്ലാം മാറി പുതിയ രോഗത്തെ പ്രദാനം ചെയ്യും. അപ്പൊ ഞാൻ വരട്ടെ, സുഖചികിത്സ തുടങ്ങാം. പണിയെടുത്തിട്ടുണ്ടല്ലോ. ഉള്ള സുഖം വരാൻ പോകുന്നേ ഉള്ളു, കുറച്ച് കഴിയണം കേട്ടോ. ഇവിടേക്ക് കുറച്ചാ അകത്തിട്ടാലും മതി. സുഖം വരുന്നുണ്ടാ? ചൊറിയണ്ടല്ല. ചൊറിയും, ചെറുതായിട്ട് ചൊറിയും. നല്ല ചൊറിച്ചിലുണ്ട്. ചെറുതായിട്ട്. ചെറുതായിട്ടില്ല, നല്ല ചൊറിച്ചിലുണ്ട്. ചൊറിഞ്ഞോട്ടെ? കോഴിയുണ്ടല്ലോ. എന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു, ഞാൻ കുന്തം കഴുകി വെച്ചു. എനിക്ക് ചൊറിഞ്ഞ 100 സ്വർണ്ണ ഇനാമായിട്ട് തരാം. എപ്പോ ചൊറിഞ്ഞത് ചോദിച്ചാ മതി. കോഴി നിനക്ക് സ്വർണ്ണ ഓഫർ ഉണ്ട്. മഹാരാജൻ, ഞാനിവിടെ ഫ്രീ ആയിട്ട് നിൽക്കാണ്. ഓഫർ ഉണ്ടോ? എന്നാ വൈദ്യരിക്കും തരാ ഇനാമ്. അയ്യോ, എന്നാ സുഖമാണ് വൈദ്യരെ. ഇതിന് ഇത്രയൊക്കെ സുഖം ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാ, ഇനി അങ്ങോട്ട് ഈ സുഖ ചികിത്സ മാത്രം മതി. അല്ല, ഈ മഹാറാണി എന്താ മാറിയിരിക്കുന്നേ? ഞാനിവിടെ കൊണ്ട് കിടന്ന് സൂഹിക്കാനായിട്ട് അവക്ക് ചൊറിച്ചില്. അയ്യല്ല, നിങ്ങളെ ചൊറി. Woohoo!